സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയെ ഇന്നറിയാം. രാവിലെ 9:30 ചേരുന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ UPSC ചുരുക്കപ്പട്ടികയിൽ നിന്നും ഒരാളെ സർക്കാർ തീരുമാനിക്കും. റവാഡ ചന്ദ്രശേഖരനാണ് മുൻതൂക്കം. പോലീസ് മേധാവിയായ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇന്ന് വിരമിക്കും. വിവരങ്ങളുമായി MG പ്രതീഷാണ് വീണ്ടും ചേരുന്നത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. ഈ ഒരു പട്ടികയിൽ സാധ്യത കൂടുതൽ റവാഡ ചന്ദ്രശേഖരനാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് അനുകൂലമായ സാഹചര്യങ്ങളും ചില പ്രതികൂലമായ സാഹചര്യങ്ങളുമുണ്ട്. ഏത് രീതിയിലാണ് ഇതൊക്കെ വിശകലനം ചെയ്യപ്പെടുക? എന്തായാലും അദ്ദേഹത്തോട് കേരളത്തിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ, അല്ലേ? ക്രിസ്റ്റീന, ഇന്ന് രാവിലെ ഓൺലൈനായാണ് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുന്നത്. ഈ മന്ത്രിസഭാ യോഗത്തിലാണ് നിർണായകമായ തീരുമാനം വരാനുള്ളത്. സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി ആരാകുമെന്ന കാര്യത്തിൽ മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കും. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ ഡെപ്യൂട്ടേഷനുള്ള റവാഡ ചന്ദ്രശേഖരനായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. 3 പേരുടെ ചുരുക്കപ്പട്ടികയാണ് നിലവിൽ UPSC നൽകിയത്. അതിൽ റവാഡ ചന്ദ്രശേഖറും ഒപ്പം റോഡ് സുരക്ഷാ കമ്മീഷണറായ നിതിൻ അഗർവാൾ, ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരുടെ പേരുകളാണുള്ളത്. ഏറ്റവും കൂടുതൽ സാധ്യത റവാഡ ചന്ദ്രശേഖരന് തന്നെയാണ് ഉള്ളത്. ഈ ഡൽഹിയിലുള്ള റവാഡ ചന്ദ്രശേഖരനോട് കേരളത്തിലെത്താൻ അനൌദ്യോഗികമായി സന്ദേശം നൽകിയതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് മന്ത്രിസഭാ യോഗം ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കും. വിരമിക്കാൻ പോകുന്ന DGPയുടെ ആദ്യ ഒരു വിടവാങ്ങൽ പരേഡ് ഇന്ന് രാവിലെ നടക്കുന്നുണ്ട്. 8:30 പേരൂർക്കട SAP ക്യാമ്പിലാണ് ഈ വിടവാങ്ങൽ പരേഡ് നടക്കുന്നത്. അതിനുശേഷം 12 മണിയോടുകൂടി ഔദ്യോഗിക യാത്രയപ്പ് ചടങ്ങും പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ക്യാബിനറ്റ് തീരുമാനം വന്നാൽ ഉടൻ തന്നെ ഈ പുതിയ സംസ്ഥാന പോലീസ് മേധാവിയുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഉൾപ്പെടെ ആ നടപടികളിലേക്ക് കടക്കും. ഈ റവാഡ ചന്ദ്രശേഖരന് പുറമെ മറ്റ് ഈ ആളുകളുടെ പേരുകൾ പരിഗണിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഏറ്റവും കൂടുതൽ സാധ്യത അദ്ദേഹത്തിന് തന്നെയാണ് എന്നതാണ് പ്രധാനമായും പുറത്തു വരുന്ന വിവരം. ഈ ഫയർഫോഴ്സ് മേധാവിയായ യോഗേഷ് ഗുപ്ത സർക്കാരുമായി ചില പ്രശ്നങ്ങൾ ഭിന്നത ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ്. മറ്റൊന്ന്, ഈ UPSC പട്ടികയ്ക്ക് പുറത്തു നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുമെന്നുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ മനോജ് എബ്രഹാമിൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും രാവിലെ 9:30 കൂടി ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലായിരിക്കും ഈ തീരുമാനമുണ്ടാകുന്നത്. വൈകാതെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്കും സർക്കാർ കടക്കും. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.